കഴിഞ്ഞാൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ മറ്റ് സഭകളുണ്ട്. അവർ ചർച്ച ചെയ്യട്ടെ, നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പത്രോസ് ലീഗയെ കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ യാക്കോബക്കാർ പറയുന്നത് റോമൻ കത്തോലിക്കരും പറയാത്ത കാര്യങ്ങളാണ്. അതായത് വത്തിക്കാൻ കൗൺസിൽ വരെ പത്രോസിന്റെ അപ്രമാദിത്വവും മാർപ്പാപ്പയുടെ അപ്രമാദിത്വവും ഒക്കെ കൂടുതൽ ഘോഷിച്ചവരാണ് റോമൻ കത്തോലിക്ക സഭ. എന്നാൽ വത്തിക്കാൻ കൗൺസിലിന് ശേഷം, സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം അവർ ആ തിയോളജിയിൽ നിന്നൊക്കെ മാറി പതുക്കെ താഴോട്ട് വന്ന് ഒരു സമന്വയത്തിലേക്ക് വരാനുള്ള ഒരു പാത സ്വീകരിക്കുന്നവരാണ് റോമൻ കത്തോലിക്ക സഭ. ഇപ്പം അവർ പണ്ട് പറഞ്ഞതിനെയും വെട്ടുന്ന ചില തിയോളജികളാണ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ യാക്കോബായ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത്. പക്ഷേ അത് പുറം ലോകത്തോട് അവർ പറയുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. എനിക്കറിയാമല്ലോ, അത് പരിശോധിക്കേണ്ടതാണ്. പുറം ലോകത്തോട്, അതായത് കോപ്റ്റിക് സഭയോടോ അർമേനിയൻ സഭയോടോ എത്യോപ്യൻ സഭയോടോ ഗ്രീക്ക് സഭയോടോ ആരോടെങ്കിലും ഈ തിയോളജി, ഇവിടെ നാട്ടിൽ പറയുന്ന ഈ തിയോളജി അവർ പറയുന്നുണ്ടെന്നുള്ള സംശയമുണ്ട്. ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് ഈ കോപ്റ്റിക് സഭയ്ക്കും എത്യോപ്യൻ സഭയ്ക്കും എറിത്രിയൻ സഭയ്ക്കും ഒന്നും ഒരു ശ്ലൈഹിക സിംഹാസന പാരമ്പര്യം. അടുത്ത വിഷയം അത് തന്നെയാണ്. പത്രോസ് ലീഹായാണ് പൗരോഹിത്യത്തിന്റെ ഏക ഉറവിടമെന്ന് നമ്മൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളോ യാക്കോബക്കാരെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലാകപ്പാടെ രണ്ട് സഭകൾക്കേ വാലിടിച്ചുള്ളൂ. രണ്ട് സഭകൾക്കുണ്ടെന്ന് എനിക്ക് കുറച്ച് പറയാത്തില്ല. കാരണം എൻ്റെ വിശ്വാസം അനുസരിച്ച് പത്രോസ് റോമിൽ പോയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പഠിച്ച് അവിടെ ഒരു കല്ലറ ഉണ്ടെന്നുള്ളത് ഒഴിച്ച് അന്ത്യോക്യൻ സഭയ്ക്ക് മാത്രമേ വാലിഡിറ്റി വരത്തുള്ളൂ. കാരണം ആ സഭയിൽ മാത്രമാണ് പത്രോസ് ലീഗയുടെ കൈവപ്പ് ഉണ്ടെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത്. ഈജിപ്തിലെ സഭയ്ക്ക് 12 സ്ത്രീയന്മാരിൽ ഒരാൾ പോലും അല്ല. ഈജിപ്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ 12 സ്ത്രീയന്മാരിൽ ഒരാൾ പോലും അല്ല, മർക്കോസാണ്. എത്യോപ്യയിലെ സഭ അവരും മത്തായിയുടെ പേര് പറയുന്നുണ്ട്, പക്ഷേ യാതൊരു തെളിവും ഇല്ല. എന്തായാലും പത്രോസ് അല്ല. അർമേനിയൻ സഭ പത്രോസ് അല്ല. ഗ്രീക്ക് സഭ പത്രോസ് അല്ല. എറിത്രിയ സഭ പത്രോസ് അല്ല. ഇവരാരും പത്രോസിന്റെ അല്ല. റഷ്യൻ സഭ പത്രോസ് അല്ല. അപ്പോൾ ഇവരുടെയൊക്കെ സ്ഥാനം എവിടെയാ? ഇവരുടെയൊക്കെ പൗരോഹിത്യം എങ്ങനെ ഇരിക്കും? പത്രോസാണോ? അല്ലല്ലോ. അപ്പോൾ അവരുടെയൊക്കെ വാലിഡിറ്റി ആരും ചെയ്യും? നമ്മളോടുള്ള പിണക്കത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു മുട്ടാത്തർക്കമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകാനാ? നമ്മളോടുള്ള ഈ വഴക്കുണ്ടല്ലോ, വഴക്കിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു വരുന്ന ഒരു മുട്ടാത്തർക്കം, അതല്ലെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഇവിടെ അല്ലേ തർക്കിക്കേണ്ടത്. നമ്മളാണ് വേദവിരുദ്ധം പറയുന്നതെങ്കിൽ ഇതൊരു വിശ്വാസപരമായ കാര്യമാണെന്നാണ് അവർ പറയുന്നത്. ഇതവർ പ്രധാനമായിട്ട് ഉന്നയിക്കേണ്ട വേദി ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ കൂടുന്ന വേദിയാണ്. വർഷത്തിൽ ഒരിക്കൽ കൂടുന്നത്. അവിടെ ഉന്നയിക്കട്ടെ. അവിടെ ഇത് അവർ ഉന്നയിക്കാറില്ല. നമ്മൾ ഒരു വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു അമിക്കൽ സൊല്യൂഷൻ പോകുന്നത് നമ്മൾ അവിടെ ഉന്നയിക്കാറില്ലെന്നാണ് എൻ്റെ രീതി. വേറെ ആരോടും ഉന്നയിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു വിഷയമല്ല. അവിടെ ഉന്നയിച്ച് ക്ലിയർ ചെയ്യട്ടെ. ആർക്കാണ് പിന്നെ പത്രോസിന് മാത്രമേ ഉള്ളോ ഉറവിടം കൊടുക്കുന്നത്, ബാക്കി ആർക്കും ഉറവിടം ഇല്ല എന്നുള്ളത് അവർ പറയട്ടെ. ഗ്രീക്കുകാർ പറയട്ടെ. റോമാക്കാർ പോലും പറയാത്തതായ ഒരു അതാണ് വേദവിരുദ്ധം നമ്മൾ പറയുന്നത്. റോമാക്കാർ പോലും പറയുന്നില്ല. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ എനിക്ക് തോന്നുന്നില്ല സിറിയൻ ഓർത്തഡോക്സ് പാത്രിക്കീസ് പറയുന്നുണ്ടെന്ന്. ഇവിടെ നാട്ടിലുള്ള നമ്മുടെ ഡയറക്റ്റ് എതിർക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണത്. സിറിയൻ ഓർത്തഡോക്സ് പാത്രിക്കീസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇത് ഉന്നയിക്കപ്പെടണം. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ വേദിയിൽ ഉന്നയിക്കപ്പെടണം. ഉന്നയിച്ചിട്ട് ഇതിന് ക്ലാരിറ്റി വരുത്തണം. ക്ലാരിറ്റി വരുത്തിയിട്ട് ബാക്കി എല്ലാവരും പറയാണ് ഇവിടുത്തെ യാക്കോബക്കാർ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിൽ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ മാറിയേക്കാം. ഈ പൗരസ്ത്യ വേദശാസ്ത്ര